ജില്ലയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികൾക്ക് ആശങ്കയാകുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് 72.59% പോളിംഗ്. തൃശൂരിൽ ബി.ജെ.പി കള്ളവോട്ടിന് ശ്രമിച്ചുവെന്ന ആരോപണവുമായി യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ. പത്മജ പ്രവചനങ്ങൾ നടത്തി സമാധാനമായിട്ട് എന്നും മുരളീധരൻ. ക്രോസ് വോട്ടിനെ കുറിച്ച് തനിക്ക് യാതൊരു വ്യാകുലതയുമില്ലെന്ന്, ജയിക്കുമെന്ന വിശ്വാസമാണുള്ളതെന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ചാലക്കുടിയിൽ നഗരസഭയുടെ പാഴ്വസ്തു ശേഖരണ കേന്ദ്രത്തിൽ വൻ അഗ്നിബാധ. ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. പാലപ്പള്ളി കുണ്ടായി എസ്റ്റേറ്റിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളിയായ അലീമയുടെ പശുവിനെയാണ് പുലി കൊന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും തൃശൂർ ഉൾപ്പെടെ 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 72.89% പോളിംഗ്. പുതുക്കാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 76.74 പുതുക്കാട് പോളിംഗ് ശതമാനം. ഇരിങ്ങാലക്കുടയിൽ 73.09 ഒല്ലൂരിൽ 73.43% പോളിംഗ് രേഖപ്പെടുത്തി. ഗുരുവായൂർ 70.41, മണലൂർ 73.04, തൃശൂർ 69.67, നാട്ടിക 72.97 എന്നിങ്ങനെയാണ് മറ്റ് മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം. പോളിംഗ് ശതമാനത്തിന്റെ കുറവ് ബാധിക്കില്ലെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. മണ്ഡലങ്ങളുടെ സൂക്ഷ്മ വിലയിരുത്തലിലേക്ക് പാർട്ടികൾ ഇന്ന് കടന്നു. ശക്തമായ പ്രചരണം നടന്നതിനാൽ 2019 ഉയർന്ന പോളിംഗ് ശതമാനമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. 2019 77.86% തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് ആർക്ക് തുണയാകുമെന്നറിയാൻ ഇനി 39 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. വോട്ടെടുപ്പിന് പിന്നാലെ താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച് ലഭിക്കാവുന്ന സീറ്റുകളുടെ കാര്യത്തിൽ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വെച്ചാണ് മുന്നണികളുടെ കൂട്ടിക്കിഴിക്കലുകൾ. ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ അനുകൂലമാണെന്നാണ് ഇടത് ക്യാമ്പിന്റെ കണക്ക്. അക്കൗണ്ട് തുറക്കുമെന്ന് ആവർത്തിക്കുന്ന ബി.ജെ.പി നേതൃത്വം തിരുവനന്തപുരത്തോ തൃശൂരോ ആണ് അതിന് സാധ്യത കാണുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികൾക്ക് ഒരുപോലെ പ്രതീക്ഷയും ഒപ്പം ആശങ്കയും സമ്മാനിക്കുന്നു. 16 മുതൽ 20 വരെ സീറ്റുകളാണ് സംസ്ഥാനത്ത് യു.ഡി.എഫിന്റെ കണക്കുകൂട്ടൽ. 6-നും 10-നുമിടയിൽ സീറ്റുകൾ ലഭിച്ചേക്കാമെന്നാണ് ഇടതു ക്യാമ്പിന്റെ വിലയിരുത്തൽ. അക്കൗണ്ട് തുറക്കാനായില്ലെങ്കിലും വോട്ട് ഷെയർ കുത്തനെ കൂട്ടാനാകുമെന്ന് ബി.ജെ.പി ഉറച്ചു വിശ്വസിക്കുന്നു. വോട്ടിംഗ് മെഷീനുകൾക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സൂക്ഷിച്ചിരുന്ന വോട്ടിംഗ് മെഷീനുകൾക്കാണ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകളാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതേസമയം മോക്ക് പോളിംഗിന് ഉപയോഗിച്ച വോട്ടിംഗ് മെഷീനുകൾ ചെമ്പുകാവിലെ വെയർഹൌസിലേക്ക് മാറ്റി. പോലീസിന്റെയും സെൻട്രൽ ആംഡ് പോലീസിന്റെയും പൂർണ്ണ നിയന്ത്രണത്തിലാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി.ജെ.പി കള്ളവോട്ടിന് ശ്രമിച്ചുവെന്ന ആരോപണവുമായി യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ ബി.ജെ.പി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ട് ചേർത്തു. ഇതിന് BLOയുടെ ഒത്താശയുമുണ്ടായിരുന്നു. പൂങ്കുന്നം ഹരിശ്രീയിൽ ക്രോസ് വോട്ട് നടന്നു. കണക്കനുസരിച്ച് UDF 1-ഉം LDF 2-ലും വരണം. ഡീൽ അനുസരിച്ചാണെങ്കിൽ BJP 2-മത് വരണം. ഇതിന് ഉത്തരവാദി പിണറായി ആയിരിക്കും. തോൽക്കുന്നതുവരെ BJPക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിൽ BJP വട്ടപൂജ്യമാണ്. സിനിമാ നടനെ കാണാൻ വരുന്നവർ വോട്ടാവണമെന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. പത്മജ പ്രവചനങ്ങൾ നടത്തി സമാധാനമടയട്ടെയെന്നും പത്മജയ്ക്ക് ഇതുവരെ തന്നെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. സ്ഥിരമാളെ തന്നെ കെട്ടിക്കടന്ന് ജയിക്കുന്നവരെ ദോഷങ്ങൾ കണ്ടുപിടിക്കുക, ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല. ഏതായാലും അങ്ങനെ മോശപ്പെട്ട റിസൾട്ടിന് ഒട്ടും സാധ്യതയില്ല. സംവിധാനം എത്രത്തോളം ഗുണകരമായിരുന്നു? കോൺഗ്രസ്സിൽ ഇപ്പോൾ അങ്ങനെ വിട്ടുപോയ വോട്ടുകളൊന്നുമില്ല. ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ പോലും ഞങ്ങളുടെ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംഘടനാപരമായിട്ടുള്ള ചില ദൗർബല്യങ്ങൾ പാർട്ടിക്ക് കേരളത്തിലുള്ളൂ. അതിൻ്റെ ഒരു ഭാഗം തൃശ്ശൂരുമുണ്ട്. അതല്ലാതെ പ്രവർത്തനത്തിൽ ഒരു അലംഭാവം ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടിയുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പാർട്ടിക്ക് ഒരു നിർണായക ഘട്ടത്തിൽ സഹായിക്കാത്തവർ അവർ പാർട്ടിക്ക് ആവശ്യമില്ല. പരിഹസിക്കേണ്ടവർ പരിഹസിക്കട്ടെ. ഏതായാലും കെ കരുണാകരൻ്റെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്താൻ ലോകത്ത് ആർക്കും കഴിയും.
അദ്ദേഹം ഉദിച്ചുയർന്ന ഇന്നും മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരെ ഉദിച്ചുയരുന്ന സൂര്യനുമില്ല. അതിനെ നോക്കി ആരും കുറച്ചിട്ട് കാര്യമില്ല. ലേഖനോടൊരു കാര്യം കൂടി, പത്മജ വേണുഗോപാലിൻ്റെ പ്രവചനമുണ്ട് മുരളീധരൻ തോൽക്കുന്നത്, എന്താണ് അതിൽ? അവനെ തന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല, പിന്നെയാണ് മറ്റുള്ളവർ ജയിക്കുക തോൽക്കുമെന്ന് പറയുന്നത്. 2 തവണ സുഖമായിട്ട് ചാൻസ് കിട്ടി, അതും തോറ്റു. മുതിർന്ന കാര്യത്തിൽ ഇതുവരെ കോൺഗ്രസ് കളിക്കാത്തേക്ക് 1.5 ലക്ഷത്തിന് തോറ്റു. അങ്ങനെയുള്ള ആൾക്കാർ മറ്റുള്ളവർ തോൽക്കുമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള? പ്രവചിച്ച് സമാധാനം അറിഞ്ഞോട്ടെ. അത് ആ സമാധാനം ഏതായാലും ഈ 4-ാം തീയതിയോടെ ഇപ്പോൾ തോൽക്കുന്നത് വരെ പ്രതീക്ഷ പുലർത്താൻ അവകാശമുണ്ട്. അവർക്ക് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല. വട്ടപൂജയായിരിക്കും അവരുടെ സീറ്റ് കേരളത്തിൽ. ഇക്കാര്യത്തിൽ 101% ഉറപ്പാണ്. 1% പോലും അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. പിന്നെ സ്ത്രീകളും ചെറുപ്പക്കാരൊക്കെ ഒരു സിനിമാ നടനെ തൊട്ടടുത്ത് കാണുമ്പോൾ കുറച്ചൊക്കെ അടുത്ത് കൂടും, സെൽഫി എടുക്കും. സെൽഫി എടുത്ത് വോട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. അതുകൊണ്ട് കാണാൻ വരുന്നവരും ടാറ്റ കാണിക്കുന്നവരൊക്കെ കണക്കെടുത്തിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അതിലേ കാര്യം. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് താൻ റിവ്യൂ നടത്തിയിട്ടില്ലെന്നും പാർട്ടി നടത്തിയ റിവ്യൂവിൽ അവർക്ക് വിശ്വാസം ഉണ്ടെന്നും തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ തൃശൂരിന് വേണ്ടി മാത്രമല്ല കേരളത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ആളായിരിക്കും താനെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിമർശനാത്മകമായി ആരെയും താൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. അതനുസരിച്ച് ജനങ്ങൾ തങ്ങളുടെ സമ്മതിദായക അവകാശം വിനിയോഗിച്ചു. ക്രോസ് വോട്ടിനെ കുറിച്ച് ഒരു വ്യാകുലതയുമില്ല. താൻ ഒരു ഈശ്വര വിശ്വാസി ആയതുകൊണ്ട് എല്ലാം ഈശ്വരൻ കാത്തുകൊള്ളുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൂടെ മത്സരിക്കുന്നവർ ആരാണെന്ന് പോലും താൻ ചിന്തിച്ചിട്ടില്ല. ജനാധിപത്യ സംവിധാനത്തിൽ 4-5 പേർ മത്സരിക്കുമ്പോൾ അവരാരുമില്ല, ഞങ്ങൾ 2 പേരാണ് മത്സരിക്കുന്നു എന്ന് പറയുന്നത് അപമര്യാദയാണെന്നും താൻ ജയിച്ചു വന്നാൽ എന്താണ് ഗുണമെന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വോട്ടെടുപ്പ് വൈകാനിടയായതിനെക്കുറിച്ചും വോട്ടെടുപ്പിന് വരി നിന്നവർ കുഴഞ്ഞു വീണ് മരിച്ചതിനെക്കുറിച്ചും അന്വേഷിക്കണമെന്നും 2 മണിക്കൂറിലധികം ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കേണ്ടി വന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇടയാക്കുമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്കും നല്ല ബോധം 2019 റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കുമുണ്ടായി എന്ന് കരുതിക്കോളൂ. ഞാൻ വ്യക്തമായി അന്നേ പറഞ്ഞു, ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല. ഒരു കാക്കിയിട്ടയാളും, അത് DGP ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെ തൃശ്ശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെൻറ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ, ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ. അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും. ആർക്കൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമ്മീഷണറേയും വേണമെങ്കിൽ പെടുത്തിക്കൊള്ളൂ. പക്ഷേ അങ്ങനെ വെറുതെ കാക്കിയിട്ടവനെ മാത്രം ചൂണ്ടി ഇല്ലായ്മ ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ അവർ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത്. ആ നിർദ്ദേശം സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ന്യായമായ കാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും നമുക്ക് നല്ല പരിചിതമാണ്. സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. LDF കൺവീനർ EP ജയരാജനും കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറും കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായ സാഹചര്യത്തിൽ ജയരാജനെ ന്യായീകരിച്ച് തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. വിവാദം ബിരിയാണി ചെമ്പ് പോലെയെന്നും K സുരേന്ദ്രൻ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, തങ്ങൾ സുഹൃത്തുക്കളാണെന്നും VS സുനിൽകുമാർ പറഞ്ഞു. EP ജയരാജൻ എല്ലാവരോടും അടുപ്പത്തോടെ പെരുമാറുന്ന പ്രകൃതക്കാരനാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധതയിൽ സംശയമില്ലെന്നും VS സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. പോളിംഗ് ശതമാനം കുറഞ്ഞത് തനിക്ക് ദോഷം ചെയ്യില്ല, ഇത് ഇടതിന് ഗുണമാണ് ചെയ്യുകയെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ പാഴ്വസ്തു ശേഖരണ കേന്ദ്രത്തിൽ വൻ അഗ്നിബാധ. പ്ലാസ്റ്റിക് ചില്ലുകുപ്പികൾ എന്നിവയുടെ വൻ ശേഖരം കത്തിനശിച്ചു.
ഹരിതകർമ്മസേന പ്രവർത്തകർ വീടുകളിൽ നിന്നും ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന വിവിധ പ്ലാസ്റ്റിക് ഉപയോഗരഹിത വസ്തുക്കളും ആയിരക്കണക്കിന് ചില്ലുകുപ്പികളുമാണ് 2 മണിക്കൂറോളം നീണ്ട തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അഗ്നിബാധയുണ്ടായത്. മിനി ലോറിയിലെത്തിയ കുപ്പികൾ ജീവനക്കാർ ഇറക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. ഉയർന്ന താപനിലയിൽ കുപ്പികൾ തമ്മിൽ കൂട്ടിമുട്ടിയാണ് തീപിടിച്ചതെന്ന് പറയുന്നു. തീ പെട്ടെന്ന് ആളിപ്പടർന്നു. ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം പ്രവർത്തിക്കാൻ ആർക്കും അറിയാതിരുന്നതാണ് അഗ്നിബാധ രൂക്ഷമാകാൻ കാരണം. ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയെന്ന് സ്ഥലത്തെത്തിയ നഗരസഭാ ചെയർമാനും മറ്റു ഉദ്യോഗസ്ഥർക്കും അറിയില്ലായിരുന്നു. ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, അങ്കമാലി, മാള എന്നീ സ്റ്റേഷനുകളിൽ നിന്നുമെത്തിയ ഫയർ സർവീസുകൾ രക്ഷാപ്രവർത്തനം നടത്തി. പ്രധാനമായും ചില്ലുകുപ്പികളാണ് കത്തിപ്പോയത്. തൊട്ടടുത്ത് ഷെയർ ചെയ്തു വെച്ചിരുന്ന പ്ലാസ്റ്റിക് സാമഗ്രികളിലേക്കും അഗ്നി പടർന്നു. നട്ടുച്ച സമയമായിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ ശ്രമകരമായി. തീയോടൊപ്പം ഉയർന്ന പുക പരിസരത്താകെ പടർന്നു. MCFന് 100 മീറ്റർ അകലെ പാചകവാതക സിലിണ്ടർ സ്റ്റേഷൻ ഉള്ളതിനാൽ നാട്ടുകാർ ആശങ്കയിലായിരുന്നു. പോലീസ്, അഗ്നിശമന സേന വിഭാഗം എന്നിവർക്കൊപ്പം നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. TCV ചാലക്കുടി. പാലപ്പിള്ളി കുണ്ടായിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളിയായ കിളിയമണ്ണിൽ അലീമയുടെ പശുവാണ് ചത്തത്. കുണ്ടായി എസ്റ്റേറ്റിലെ പമ്പ് ഹൌസിന് സമീപത്താണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡികൾക്ക് സമീപം പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കഴിഞ്ഞ മാസവും ഈ പ്രദേശത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നിരുന്നു. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത. ഇന്നും നാളെയും കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മാടക്കത്രയിൽ കിണറ്റിൽ വീണ കുട്ടിയെയും രക്ഷിക്കാനിറങ്ങിയ അപ്പൂപ്പനെയും ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് 40 അടി താഴ്ചയുള്ള കിണറ്റിൽ 4 വയസ്സുള്ള കുട്ടി വീണത്. കുട്ടിയെ രക്ഷിക്കാൻ ഇറങ്ങിയ അപ്പൂപ്പന് ശ്വാസതടസ്സം മൂലം തിരിച്ചു കയറാൻ പറ്റാതെ കുടുങ്ങുകയായിരുന്നു. സംഭവം കണ്ട് ഓടിയെത്തിയ നാട്ടുകാരനായ രാജേഷ് കിണറ്റിലിറങ്ങി ഇരുവരെയും പിടിച്ചു നിന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി മൂവരെയും നെറ്റ് റോപ്പ് ഉപയോഗിച്ച് പുറത്തെത്തിച്ചു. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 2 കാറും 2 ലോറിയും ഒരു ടൂറിസ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന ഫോർച്യൂണർ കാറിലും ലോറിയിലും നിയന്ത്രണം വിട്ട ടോറസ് ലോറി വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ മുൻപിൽ നിർത്തിയിട്ടിരുന്ന ടൂറിസ്റ്റ് ബസ്സിൽ ഇടിച്ചു. ലോറി മുൻപിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചു കയറി. കോട്ടയത്ത് നിന്നും വിദ്യാഭ്യാസ ആവശ്യത്തിനായി ബാംഗ്ലൂരിലേക്ക് പോയിരുന്ന കാറിലെ യാത്രികർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. പുതുക്കാട് നിന്നും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. കൂടൽമാണിക്യം ക്ഷേത്രോത്സവം അവസാന നാളുകളിലേക്ക് പ്രവേശിച്ചതോടെ ശീവേലിയും വിളക്കും ദർശിക്കാൻ ആയിരങ്ങളാണ് സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ക്ഷേത്രത്തിൽ ഇന്ന് 6ാം ഉത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന ശീവേലി മേളം ദർശിക്കാൻ 100 കണക്കിന് ഭക്തജനങ്ങളാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടംപേറ്റി. പല്ലാറ്റ് ബ്രഹ്മദത്തൻ വലതും മച്ചാട് ജയറാം ഇടതും കൂട്ടാനകളായി. പെരുവനം സതീശൻ മാരാരുടെ നേതൃത്വത്തിലായിരുന്നു 6ാം ദിവസത്തെ ശീവേലിയുടെ പഞ്ചാരിമേളം. വൈകിട്ട് 7:30 പ്രശസ്ത സിനിമാ താരം ആശാ ശരത്തിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പന്തലിൽ നൃത്യങ്ങൾ അരങ്ങേറും. കൊടകര തേശ്ശേരിയിൽ ജാതിക്ക പെറുക്കുന്നതിനിടെ ഗൃഹനാഥൻ കിണറ്റിൽ വീണ് മരിച്ചു. ചെതലൻ വീട്ടിൽ 66 വയസ്സുള്ള ഇട്ടീരയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം.
വീട്ടുപറമ്പിൽ ജാതിക്ക് പെറുക്കിക്കൊണ്ടിരിക്കെ അബദ്ധത്തിൽ കാൽ വഴുതി ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. അഗ്നിരക്ഷാസേന എത്തി പുറത്തെടുത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ഭാരതപ്പുഴയിലെ റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മാണം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പുഴയിലൂടെ താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നു. റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉരുക്ക് ഗർഡറുകൾ മാറ്റി പുതിയത് വലിയ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയാണ്. ഒരു ദിവസം 2-3 ഗർഡറുകളാണ് മാറ്റുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പണികൾ. ആളിയാർ ഡാം തുറന്നതിനാൽ ഏതു നിമിഷവും പുഴയിൽ വെള്ളം വരാൻ സാധ്യതയുണ്ട്. ഉരുക്ക് ഗർഡറുകൾ ഉയർത്തി ഘടിപ്പിക്കുന്നതിനായി വലിയ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനാണ് പുഴയ്ക്ക് കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണത്തിനായി പൈലിംഗ് നടത്തിയതിന്റെ അവശിഷ്ടം കാനയിലേക്ക് തള്ളിയതിനെ തുടർന്ന് പുഴ മലിനമാകുന്നതും പ്രദേശത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നതായും പരാതി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 25-ാം വാർഡിൽ കോട്ടപ്പുറം പാലത്തിന് സമീപമാണ് മാലിന്യം തള്ളിയത്. പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തൂണുകൾ സ്ഥാപിക്കുന്നതിനായാണ് പൈലിംഗ് നടക്കുന്നത്. യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ കുഴിക്കുമ്പോൾ പുറത്തുവരുന്ന ചെളി നിറഞ്ഞ മിശ്രിതമാണ് ടാങ്കറിൽ നിറച്ച് കാനയിൽ കൊണ്ടുവന്ന് തള്ളുന്നത്. മാലിന്യം നിറഞ്ഞതിനെ തുടർന്ന് കീഴ്ത്തള്ളി പ്രദേശത്തു നിന്നും കോട്ടപ്പുറം പുഴയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന കാനയിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു. പുഴയിൽ മാലിന്യം കലർന്നതിനെ തുടർന്ന് കൂട് മത്സ്യകൃഷി നശിച്ചതായും പരാതിയുണ്ട്. ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന വിധത്തിൽ നിർമ്മാണാവശിഷ്ടങ്ങൾ തള്ളിയവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റോഡ് പണി തടയുന്നതുൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് വാർഡ് കൗൺസിലർ VM ജോണി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഭാഗം മുഴുവൻ വെള്ളം പൊന്തിക്കണം. വെള്ളം ഒഴുകിപ്പോകുന്നില്ല, മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. ഇതിക്ക് മുന്നേ ഈ വെള്ളം കെട്ടുണ്ടായപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ വെള്ളക്കെട്ടിന് തീർക്കാൻ വേണ്ടി അവിടെ ഹിറ്റാച്ചി വെച്ച് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞ വെള്ളം പൊന്തുന്നു എന്താണെന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ വർക്ക് നടക്കുന്ന നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്ന ഈ പുഴ മുതൽ ആ വളവ് വരെയുള്ള ഭാഗത്ത് ക്ലേ, അതായത് ഈ പില്ലറിന് കുഴിക്കുന്ന പാലത്തിൻ്റെ പില്ലറിന് കുഴിക്കുന്ന ഭാഗത്തു നിന്നുള്ള ക്ലേ അവർ ലോറിയിൽ കൊണ്ടുവന്നിട്ട് ഈ കാനയിൽ തള്ളുകയാണ്. ഇത്ര മാരകമായൊരു വലിയൊരു വിഷയമാണത്. ഈ മുഴുവൻ ഈ കാനയിൽ തള്ളിയിട്ട് ഈ കാന ബ്ലോക്കായിക്കാണ്. കോൺക്രീറ്റിൻ്റെ ഒരു ക്ലേ ആണിത്. ആ സെറ്റായിട്ട് കാന ബ്ലോക്കായിട്ട് മുഴുവൻ ഭാഗത്ത് വെള്ളം പൊന്തിയാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ പിന്നെ എവിടെ കൊണ്ട് ഒഴിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു മറുപടി പറയുന്നത്. വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് തൃശൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 16 ബാർ അസോസിയേഷനുകളുടെ ക്രിക്കറ്റ് ടീമുകൾ പങ്കെടുക്കുന്ന 2020 ടൂർണമെന്റ് ഈ മാസം 30 മുതൽ മെയ് 5 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ കേരളവർമ്മ കോളേജിൽ നടക്കുന്ന ടൂർണമെന്റ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖ് ഉദ്ഘാടനം ചെയ്യും. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടികയറി. കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി കൊടിയേറ്റി. അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി സഹകാർമ്മികനായി. മെയ് 5-ന് ഊട്ടുതിരുനാൾ ദിനം വരെ എല്ലാ ദിവസവും വൈകിട്ട് 5-ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയുണ്ടാകും. അമ്മയുടെ ഓർമ്മയ്ക്കായി മരണശേഷം നിധി പോലെ സൂക്ഷിച്ച 1.5 പവൻ സ്വർണ്ണത്താലി മാളവിക നിർധന യുവതിയുടെ വിവാഹത്തിന് നൽകി. അന്നക്കര സ്വദേശിയായ നടനും വാഫി ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിന്റെ MD-യുമായ കളത്തിപ്പറമ്പിൽ സജീവ് മാധവന്റെ മകളാണ് മാളവിക. ഇദ്ദേഹത്തിന്റെ ഭാര്യ രാജി 1 വർഷം മുൻപാണ് മരിച്ചത്. അമ്മയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ച താലി ഒരു യുവതിയുടെ വിവാഹത്തിന് ഉപകരിക്കുമെങ്കിൽ അതാണ് ഏറെ സന്തോഷം പകരുന്നതെന്ന് മാളവിക പറഞ്ഞു. ജോൺ ടി വെള്ളറ, CP രാജു, ബൈജു, ലൂയിസ്, പ്രവീൺ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ജൂലിയസ് അറക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി, കൺവീനർമാരായ നെൽസൺ ചേലങ്ങര, റാഫേൽ വിധേയത്തിൽ, കൈക്കാരന്മാരായ ആന്റണി വിധേയത്തിൽ, മണി കുരുതുകുളം എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ മെയ് 5-ന് രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആന്റോ പാണയങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ പോൾ കള്ളിക്കാടൻ തിരുനാൾ സന്ദേശം നൽകും. കേരള പഞ്ചഗുസ്തി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന പുരുഷ വനിതാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് നാളെ തൃശൂരിൽ നടക്കും. തെക്കേ ഗോപുരനടയിൽ നടക്കുന്ന മത്സരത്തിന്റെ ദേശീയ അന്തർദേശീയ താരങ്ങളടക്കം 250ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും.
1ഉം 2ഉം സ്ഥാനം നേടുന്നവർ ജൂണിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കും. VM മുജീബ് റഹ്മാൻ, ജോയ് പ്ലാശ്ശേരി, PA അബ്ദുൽ അസീസ്, സാബു ഈപ്പൻ, AU ഷാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ വുമൺസ് ചെസ് ചാമ്പ്യൻഷിപ്പ് ശക്തൻ തമ്പുരാൻ കോളേജിൽ നടന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ PA അലി അധ്യക്ഷത വഹിച്ചു. ചെസ് ഒളിമ്പ്യൻ NR അനിൽകുമാർ, അന്തർദേശീയ താരം ജോ പാറപ്പള്ളി, ബിന്ദു മണികണ്ഠൻ, KK മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ 7 വയസ്സ് മുതലുള്ള 37 പേർ പങ്കെടുക്കുന്നു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പ്രശ്നവിധി പരിഹാര കർമ്മങ്ങൾ ആരംഭിച്ചു. വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 2 പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കും. രാവിലെ 9 കല്ലൂർ ഉണ്ണികൃഷ്ണ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളത്തോടെ ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാഴ്ച ശീവേലി നടക്കും. ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് 4 പാണ്ടിമേളവും നടക്കും. രാത്രി കോങ്ങാട് മധുമാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും തുടർന്ന് കരിമരുന്ന് പ്രയോഗവും നടക്കുമെന്ന് ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ഉപദേശക സമിതി ഭാരവാഹികളായ V ശ്രീധരൻ, C ജയേഷ് കുമാർ എന്നിവർ അറിയിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ 8ാമിട തിരുനാൾ നാളെ ആഘോഷിക്കും. രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഡൈജോ പുറത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജേസൺ കാളൻ തിരുനാൾ സന്ദേശം നൽകും. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. രാത്രി വള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിൽ സമാപിക്കുന്നതോടെ വടക്കുഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ വെടിക്കെട്ടും ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികൾക്ക് ആശങ്കയാകുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് 72.89% പോളിംഗ്. തൃശൂരിൽ BJP കള്ളവോട്ടിന് ശ്രമിച്ചു എന്ന ആരോപണവുമായി UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. പത്മജ പ്രവചനങ്ങൾ നടത്തി സമാധാനമടയട്ടെ എന്നും മുരളീധരൻ. ക്രോസ് വോട്ടിനെ കുറിച്ച് തനിക്ക് യാതൊരു വ്യാകുലതയുമില്ലെന്നും ജയിക്കുമെന്ന വിശ്വാസമാണുള്ളതെന്നും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ചാലക്കുടിയിൽ നഗരസഭയുടെ പാഴ്വസ്തു ശേഖരണ കേന്ദ്രത്തിൽ വൻ അഗ്നിബാധ. ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. പാലപ്പള്ളി കുണ്ടായി എസ്റ്റേറ്റിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളിയായ അലീമയുടെ പശുവിനെയാണ് കൊന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും തൃശൂർ ഉൾപ്പെടെ 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.